അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതം. നമ്മളെ നെയ്യപ്പം വെക്കുന്ന കദീസുമല്ലേ? ആ കദീസും തന്നെ. നെയ്യപ്പം വേണോ? നെയ്യപ്പം നെയ്യപ്പം വേണോ? നെയ്യപ്പം നെയ്യപ്പം വേണോ? നെയ്യപ്പം. രമേശ് ഏട്ടാ, ഒരു നെയ്യപ്പം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ടാവാം. ഗോവിന്ദേട്ടാ, മധുരമുള്ള നെയ്യപ്പ 2 എടുക്കട്ടെ? കൊറേ കാലായി കദീശുവിനെ നെയ്യപ്പം കഴിച്ചിട്ട്, 2 അങ്ങോട്ട് ഇടുക്ക. ജാനെടുത്ത് ഒരു നെയ്യപ്പം എടുക്കട്ടെ? ഇപ്പം വേണ്ട. അല്ല കദീശു, എന്റെ മോളുടെ കല്യാണത്തിന് സമയല്ലേ? എന്റെ അടുത്ത് നല്ലൊരു ആലോചന ഉണ്ട്, കൂട്ടിക്കെട്ടിയാലോ? ഇപ്പം വേണ്ട, ഓള് പഠിക്കല്ലേ, പഠിക്കുന്നിടത്തോളം പഠിച്ചോട്ടെ. എല്ലാ കദീസുമ്മ, നിങ്ങളെ മോളെ പാട്ടേതൊക്കെ എപ്പോഴും ഉണ്ടോ? ഹോ, ഓളുടെ ഒരു പാട്ടേറ്റ്, അതാണ് നമ്മളെ എടങ്ങേറാക്കിയത്. കളിയാക്കല്ല മക്കളെ. നെയ്യപ്പം വേണോ? നെയ്യപ്പം നെയ്യപ്പം വേണോ? നെയ്യപ്പം. എടാ, ആ മരത്തിന്റെ കൊമ്പത്തേക്ക് നോക്കടാ. രാജേട്ടാ, ദാ മരത്തിന്റെ കൊമ്പത്തൊരു പെണ്ണ്. ഇവളിപ്പോ പാട്ടെടുത്തൊക്കെ നിർത്തിപ്പോ മരം കയറ്റായോ പണി? ഈ പെണ്ണിന്റെ ഒരു കാര്യം. സുരേഷ് ഏട്ടാ, ഒന്നുകൂടി വന്നാളി, ഒരു കാര്യം കാട്ടിത്തരാ. ഗോപാലേട്ടാ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരീ. മോളെ ഇറങ്ങിക്കാളാ, അതാ നിങ്ങക്ക് നല്ലത്. നെയ്യപ്പം വേണോ? നെയ്യപ്പം. കദീസുമോയ്, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരീ. സുഹറാ, ഇന്റെ പടച്ചോനെ, എനക്കിപ്പോ എന്തിന്റെ ആശാടിയ മരത്തിന് മുകളിൽ കയറണ്ടേ? ഇങ്ങോട്ട് ഇറങ്ങി പാടി, നാട്ടാരെ കൊണ്ടോരൊന്ന് പറയിപ്പിക്കാനായിട്ട്. പപ്പടം വേണോ? പപ്പടം. പപ്പടം വേണോ? പപ്പടം. അയ്യോ, പപ്പടം പാറ് വരുന്നുണ്ടല്ലോ, ഇനി നാട്ടില് മുഴുവൻ പാട്ടാവും. പപ്പടം വേണോ? തെക്കേലെ രാമോരോട്ട് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലട്ടോ. നാലുണ്ട് കദീശോ, ആന്റെ മോക്ക് ഇതെന്തിന്റെ കേടാ? മുത്തശ്ശമാവിൻ കൊമ്പിലിരുന്ന് ദുനിയാവിന്റെ അറ്റം കാണട്ടെന്റുമ്മ. മുത്തശ്ശമാവിൻ കൊമ്പിലിരുന്ന് ദുനിയാവിന്റെ അറ്റം കാണട്ടെന്റുമ്മ. ഇതാണ് പറയുന്നത് കെട്ടിക്കാൻ പ്രായ കുട്ടികളെ കെട്ടിച്ചു വിടണമെന്ന്. അല്ലെങ്കിലേ ഒരു മരത്തിന്റെ മുകളിലല്ല പേരപ്പുറത്ത് വരെ കയറിയിരിക്കൂ. എന്നാ ഞാനങ്ങ് ഇറങ്ങട്ടെ, എനിക്ക് ഈ പപ്പടം നാട് മുഴുവൻ എത്തിക്കാനുണ്ട്. പപ്പടപ്പാരോ, ആരടുത്തും പറയല്ലേ. പിന്നെ എനിക്കിതാണല്ലോ പണി. പപ്പടം വേണോ? തോമസ് ഏട്ടാ, എന്തേനു ഇങ്ങളറിഞ്ഞോ? കദീശുവിന്റെ മോള് സുഹറയ്ക്ക് ചിറക് മുളച്ച്. ഇജ്ജ് പറയുന്നത് സത്യാണോ? ആ, നിങ്ങൾ ഇവിടെ പഞ്ചായത്ത് പറമ്പ് പോയി നോക്കി. സുഹറ, ഈ ഇറങ്ങിക്കോ, അതാണ് എനിക്ക് നല്ലത്. മാഷേ മാഷേ, ഒന്നിങ്ങോട്ട് വരി. ഇങ്ങള് ഓളെ 9ാം ക്ലാസ് വരെ പഠിപ്പിച്ച മാഷല്ലേ മാഷേ? ഓളോടൊന്ന് ഇറങ്ങാൻ പറയും മാഷേ. ഇങ്ങളെ മോള് ഇവിടെ അല്ല, ഇതിന്റെ അപ്പുറം കയറിയിരിക്കും. ഇങ്ങളെ മോള് ക്ലാസ്സിൽ വന്നാ 100 കൂട്ടം ചോദ്യങ്ങളാ. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? സാറേ, എല്ലാ ജീവികൾക്കും ചോരയുണ്ട്. ആ, എല്ലാ ജീവികൾക്കും ചോരയുണ്ട്. ചോരയുടെ നിറം ചോയ്ക്ക്. മാഷേ മാഷേ, സുഹറ ചോദിക്കാൻ പറയാ, ഈ കൂറയില്ലേ, ആ കൂറക്ക് ചോരുണ്ടോന്ന്. ചോരുണ്ടോ, ചോരുണ്ടോ, കൂറ
വന്ന് പല ചോദ്യങ്ങളും ചോദിക്കൂ. അത് ഏറ്റെടുക്കാൻ നടക്കാങ്ങള്. എല്ലാ ജീവികൾക്കും ചോരയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങളെ മോള് ഇവിടെയല്ല, അതുക്കും മേലെ. അത് ഞമ്മക്ക് പണ്ടേ അറിയാ. ഓളിവിടെയല്ല, അതുക്കും മേലെ. ഈ പാട് കണ്ടോ? അതോള് കല്ലെടുത്തറിഞ്ഞ പാടാ. ഈ പാട് നമ്മൾ ഒരുപാട് കാലായി മനസ്സിൽ കൊണ്ട് നടക്കണേ. കുറുക്കാ കുറുക്കാ കുറുക്കാ, കോഴിനെ പിടിക്കാൻ എളുപ്പാ. ചിറകുണ്ടായിട്ടെന്താ, പറക്കാനൊക്കില്ലല്ലോ. കുറുക്കാ കുറുക്കാ കുറുക്കാ, കോഴിനെ പിടിക്കാൻ എളുപ്പാ. ചിറകുണ്ടായിട്ടെന്താ, പറക്കാനൊക്കില്ലല്ലോ. ചലക്കലടി ഒന്ന് പോടാ അവിടുന്ന്. മനുഷ്യൻ അല്ലാത്തന്നെ ഭ്രാന്ത് പിടിച്ച് കിടക്കുക. ഓളെറിഞ്ഞിട്ടുണ്ടെങ്കിലേ നന്നായിപ്പോയി. നിങ്ങൾക്കറിയോ, ഇവള് പോറ്റുന്നവളുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഈ കള്ളം വന്ന് കട്ടുണ്ടോ? അന്നെറിഞ്ഞെങ്കിൽ നന്നായിപ്പോയി. കുറുക്കാ കുറുക്കാ കുറുക്കാ, കോഴിനെ പിടിക്കാൻ എളുപ്പാ. ചിറകുണ്ടായിട്ടെന്താ, പറക്കാനൊക്കില്ലല്ലോ. നോക്കിക്കോ, ഒരു ദിവസം ഈ കിളി എന്റെ വലയിൽപ്പെടും. ആ റേഷൻ കടക്കാരൻ ഗോവിന്ദനെ പറ്റി പാട്ടെഴുതിയ പോലെ എന്നെ കുറിച്ചങ്ങനെ പാട്ടെഴുതിയ നീ വിവരം അറിയും. ഒന്ന് പോടാ അവിടുന്ന്. റേഷൻ കടക്കാരൻ ഗോവിന്ദനെ പറ്റി പാട്ട് എഴുതിട്ടുണ്ടെങ്കിലേ നന്നായിപ്പോയി. അതുള്ള തന്നെയാ. സ്റ്റോറിലരി വന്നേ. ഈ ആഴ്ച അരി വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച തന്നെയല്ലേ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച പോലെ തന്നെയാണ് ഈ ആഴ്ചയും. അടുത്ത ആഴ്ച നിങ്ങൾ ഇങ്ങനെ തന്നെ പറയോ? ഒന്ന് പോടി അവിടുന്ന്. ഏതൊക്കെ ആഴ്ച എന്ത് പറയണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പഞ്ചസാര ഇല്ല. BPL-നരികക്കും നാട്ടിലെ കള്ള ഗോവിന്ദ. മൂടാ ചിക്കൊരു മറുവാക്ക്, സുഹറ പെണ്ണിൻ തീവാക്ക്. BPL-നരികക്കും നാട്ടിലെ കള്ള ഗോവിന്ദ. മൂടാ ചിക്കൊരു മറുവാക്ക്, സുഹറ പെണ്ണിൻ തീവാക്ക്. ഇങ്ങളെ മോളാണും പോലെ മോള്. പിന്നെ ഞാൻ റേഷൻ കടയിൽ ചെന്നാലേ ഗോവിന്ദന്റെ ഒരു നോട്ടുണ്ട്. എല്ലുകളുടെ പാട്ടോണ്ടാ. അയ്യോ, വെള്ളിക്കാക്ക വരുന്നുണ്ടല്ലോ. ഇനിയിപ്പൊ ഇവിടെ എന്താ സംഭവിക്ക? ഇറങ്ങിക്കാളി സുഹറ. കദീസോ, എന്താ എന്റെ മോളെ പറക്കാൻ വിട്ടുക? ഓള് പറന്ന് പറന്ന് എവിടെ വരെ പോകുന്നൊന്ന് എനിക്ക് കാണണോ. മുത്തശ്ശമാവിൻ കൊമ്പിലിരുന്ന് ദുനിയാവിന്റെ അറ്റം കാണട്ടണ്ടിക്ക. മുത്തശ്ശമാവിൻ കൊമ്പിലിരുന്ന് ദുനിയാവിന്റെ അറ്റം കാണട്ടണ്ടിക്ക. ആ, ഇതേതോ ജിന്ന് കൂടിയതാ. ഈ കലികാലത്ത് കുട്ടികളെ മേത്ത് പലതും കേറും. ഇതെങ്ങനെയാ ഒഴിപ്പിക്കേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം കദീഷോ. കദീഷോ, എന്റെ മോളോട് പറഞ്ഞേക്ക് എല്ലാ കുട്ടികളും പഠിക്കുന്ന പോലെ പഠിച്ച എന്റെ മോക്ക് കുറച്ചു കാലം കൂടി പഠിക്ക. എടി, ഇങ്ങോട്ട് ഇറങ്ങിക്കാള്. അതാണ് എനിക്ക് നല്ലത്. ഇറങ്ങിക്കോ, അതാണ് എനിക്ക് നല്ലത്. കുടുംബത്തിനെ പറയിപ്പിച്ചാലുണ്ടല്ലോ. സുഹറ, ജി വെള്ളിക്കാക്ക പറഞ്ഞ കേട്ടില്ലേ? എല്ലാരും പഠിക്കുന്ന പോലെ പഠിച്ച കൊറേ കാലം കൂടി പഠിക്കാന്. ഉമ്മക്ക് പേടിയാവുന്നു മോളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് പഞ്ചായത്ത് ഓഫീസിന്റെ മരത്തിന്റെ ചുവട്ടിലാണ്. ഇപ്പോൾ ഇവിടെ കൗതുകമായ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നെയ്യപ്പം വിൽക്കുന്ന ഖദീസുമ്മയുടെ മകൾ സുഹറ ഇതാ വലിയൊരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ജനങ്ങൾ ഇതാ ഇങ്ങോട്ട് ഒഴുകുന്നു ഒഴുകുന്നു ഒഴുകുന്നു. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാ കാണാൻ നല്ല രസാണല്ലേ? പോയിനടാ അവിടുന്ന്. സമയം രാത്രി ആയല്ലോ. ഞാൻ എന്തെങ്കിലും വെളിച്ചെടുത്തിട്ട് വരാം.
ആകാശത്തിന്റെ അറ്റം കാണാൻ പറ്റുന്നുണ്ടോ? ഹായ്, നിനക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ നക്ഷത്രങ്ങളുടെ അടുത്തായിരിക്കുന്നത്. സുഹറ, നീ അന്ന് പറഞ്ഞ കഥയുടെ ബാക്കി പറഞ്ഞു തരുമോ? എവിടെയാ പറഞ്ഞു നിർത്തിയതെന്നോ? ആ സ്വർണ്ണ ചിറകുള്ള പക്ഷി കരയുന്ന രാജകുമാരിയുടെ അടുത്തേക്ക് പറന്ന് 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 വന്ന്, എന്നിട്ടോ സ്വർണ്ണ ചിറകുള്ള പക്ഷി രാജകുമാരിയോട് പറഞ്ഞു, നീ എന്റെ തോളിലേക്ക് കേറ്. ഞാൻ കയറി. എന്നിട്ടോ സ്വർണ്ണ ചിറകുള്ള പക്ഷി രാജകുമാരിനെയും തോളിലേറ്റി അപ്പൂപ്പൻ താടിയുടെ രാജ്യത്തിലേക്ക് പറന്നു പോയി. എന്നിട്ടോ താമര, നീ അവിടെ ഒരു മരം കാണുന്നില്ലേ? എവിടെ? ഞാൻ കണ്ടു. നീ നിന്റെ ചെറിയ വിരലെ കൊണ്ട് ആ മരത്തിൽ തൊടണം. ഞാൻ തൊട്ടു. എന്നിട്ടോ മരം ഒരു പാട്ട് പാടും. നീ ഏതാ മോളെ? ഞാൻ താമര, ആ വലിയ വീട്ടിലെ പണിക്ക് നിൽക്കുന്ന കുട്ടിയാ. നീ എന്താ രാത്രിയിലിവിടെ? ഞാൻ സുഹറയുടെ കഥ കേൾക്കാൻ വന്നതാ. ഈ രാത്രിയിലോ? ആ മുതലാളെങ്ങാനും അറിഞ്ഞ നിന്നെയും വെച്ചേക്കില്ല എന്നെയും വെച്ചേക്കില്ല. വാ, ഞാൻ കൊണ്ടാക്കി തരാം. ഒരുപാട് കുറക്കന്മാരുള്ള നാടാണ് മോളെ നമ്മുടെ നാട്. വാ സുഹറ, യോ ചീത്തേ, ഇനി മറ്റുള്ളവരും കൂടി ചീത്തയാക്കണ്ട. സുഹറ, ഞാൻ മരത്തെ തൊട്ടു. അത് കഴിഞ്ഞ മോളെ ഇങ്ങോട്ട് വാ മോളെ. എന്താ 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 പ്രശ്നം? എന്താ? നിങ്ങൾ ആ താമരനെ കണ്ടോ? ആ കുട്ടിക്ക് എന്തു പറ്റി? അവൾ മുതലാളിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കട്ടെടുത്ത് എങ്ങോട്ടോ ഒളിച്ചോടി. ഞങ്ങൾ അവളെ പിടിക്കാൻ ഇറങ്ങിയതാ. ആ കുട്ടി അങ്ങനെ ചെയ്യോ? ഒരാളെയും വിശ്വസിക്കാൻ പറ്റൂല. ആ കുട്ടിക്ക് എന്താ പറ്റിയേ? ആ കുട്ടി അങ്ങനെ ചെയ്യൂല. മോളെ സുഹറ, മോൾ ഉയരത്തിലല്ലേ നിക്കുന്നേ? ആ കുട്ടി ആടെ ഉണ്ടോ നോക്ക് മോളെ. താമരയുടെ കൊലപാതകം അന്വേഷിക്കുക. മോളെ, ആ കുട്ടി എവിടെ പോയി? എല്ലാരും കൂടി ആ കുട്ടീനെ കടിച്ചു കയറി തിന്നോ? ഉമ്മയ്ക്ക് പേടിയാവുന്നു മോളെ. മോളെ ഇറങ്ങിക്കാണ് മോളെ. ചില സത്യങ്ങൾ പറയാൻ പറ്റൂല മോളെ. നെയ്യപ്പം വിൽക്കുന്ന കദീശുമ്മാന്റെ മോള് അത്ര ഉയരത്തിൽ കയറി ഒരു നേരം പറയണ്ട. എന്റെ മോൾ ഇറങ്ങിക്കാളാ. കുറുക്ക കുറുക്ക കുറുക്ക, കോഴിനെ പിടിക്കാൻ എളുപ്പാ. ചിറകുണ്ടായിട്ടെന്താ പറക്കാനൊക്കില്ലല്ലോ. ഞങ്ങളെ മുതലാളിയെ കുറിച്ച് പാട്ടുണ്ടാക്കൂലേ? പാട്ടുണ്ടാക്കിണ്ട നന്നായി പോയി. ഞങ്ങളെ മുതലാളിക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ടാ. കള്ളന്മാരെ കൂട്ടെ, കള്ളന്മാരെന്നെയാ. ഞങ്ങൾ ഒരാള് പോയാ നിങ്ങൾ രണ്ടാള് പോവും. ഞങ്ങളുടെ രണ്ടാള് പോയാ നിങ്ങളുടെ നാലാള് പോവും. നമുക്ക് കാണാം. നമുക്ക് കാണാലോ. മുതലാളിക്ക് ഒരു പീറ പെണ്ണിന് വേണ്ടി രണ്ട് കരുക്കാരും തമ്മിൽ തല്ലി ചാവുന്നോ? നാണമില്ലടാ. എല്ലാവരും വേഗം പിരിഞ്ഞു പോയിക്കോളിൻ. ഉമ്മയും മോളും കേൾക്കാൻ വേണ്ടി പറയാ, 24 മണിക്കൂറിനുള്ളിൽ ഈ രാജ്യം വിട്ട് പോയിക്കോളണം. ചോറിനു വേണ്ടോടണ് ചിലർ, ചോറിനു വേണ്ടോടണ് ചിലർ, ചോറാക്കാനോടണ് കുട്ടി, ചോറാക്കാനോടണ്. ചേലക്കലടി, നിന്റെ നാവ് ഞാൻ അറിയും. മോളെ, നീ എങ്ങോട്ടെങ്കിലും പറന്നു പോയിക്കോ.
മരിച്ചിട്ടില്ല. ഓളതാ വേറൊരു മരത്തിനോട് കേറിക്കുന്ന. സുഹറ, ദേ ഞാനും മരത്തിൽ കേറി. I believe I can fly. I believe I can touch the sky. I think about it every night and day. Spread my wings and fly away. I believe I can soar. I see me running through that open door. I believe I can fly. I believe I can fly. I believe I can fly.